അതുകൊണ്ടുതന്നെ ആഷുറാ തഅസുആ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലും വിശ്വാസത്തിലും ഏറെ പുണ്യമുള്ള ദിനങ്ങളാണ്. ആഷുറാ ദിനം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ഇറങ്ങിയ ദിവസം. അക്രമിയായ ഫിർഔനിൽ നിന്നും സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനും ബനൂ ഇസ്രായേലിയർക്കും അള്ളാഹു അത്ഭുതകരമായ രക്ഷ നൽകിയ ദിവസമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ജൂതന്മാർ ആഷുറാ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊരു മഹത്തായ ദിവസമാണ്. അള്ളാഹു മൂസാ നബിയെയും അനുയായികളെയും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിനം. അതിനുള്ള നന്ദി സൂചകമായി മൂസാ നബി അലൈഹി സ്വലാം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. നിങ്ങളെക്കാൾ മൂസാ നബിയോട് കൂടുതൽ ബന്ധപ്പെട്ടവർ ഞാനാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും തുടർന്ന് നോമ്പെടുക്കുകയും അനുയായികളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. മുഹറം 10 നോമ്പ് മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ കാരണമാകുന്ന മഹത്തായ സൽക്രമമാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിയാമു യൗമി ആഷുറ അഹ്തസിബു അലല്ലാഹി യുകഫിറു സനത്തല്ലതി ഖബല. ആഷുറാ ദിവസത്തെ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ കണക്ക് കൂട്ടുന്നു. ആഷുറാ ദിനത്തിൽ നോമ്പിന് പുറമെ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ മറ്റൊരു സൽക്രമമാണ് സ്വന്തം കുടുംബത്തിന്റെ ഭക്ഷണത്തിലും മറ്റും വിശാലത ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഈ സൽക്രമം ആ വർഷം മുഴുവൻ ആ കുടുംബത്തിൽ ഐശ്വര്യവും ബറക്കത്തും ഉണ്ടാകാൻ കാരണമാകുമെന്ന് ഹദീസുകളിലും പണ്ഡിത മൊഴികളിലും കാണാൻ സാധിക്കും. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസ്സഅ അലാ അഹ്ലിഹി യൗമ ആഷുറാ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി. ആഷുറാ ദിനത്തിൽ വല്ലവനും തന്റെ കുടുംബത്തിന് ഭക്ഷണവും മറ്റും വിശാലത ചെയ്തു കൊടുത്താൽ ആ വർഷം മുഴുവനും അള്ളാഹു അവനക്ക് വിശാലത നൽകുന്നതാണ് തുബ്രാനി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. മഹാന്മാരുടെ സാക്ഷ്യമുണ്ട്. പ്രമുഖ പണ്ഡിതനായ സുഫിയാൻ ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് ഈ ഹദീസിനെ കുറിച്ചിട്ട്, ഖദ് ജറബ്നാഹു മുൻദു 50 സന ഫവജദ്നാഹു സ്വഹീഹൻ. 50 വർഷത്തോളം ഞങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കി, അപ്പോഴെല്ലാം അത് സത്യമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 50 വർഷം ആഷുറാ ദിനത്തിൽ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്തപ്പോഴും ആ വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായെന്ന് സാരം. മുഹറം 10 നോമ്പെടുക്കുന്നതോടൊപ്പം തന്നെ ജൂതന്മാരുടെ ആചാരത്തോട് എതിരാകാൻ വേണ്ടി 9 തഅസുആന് നോമ്പെടുക്കൽ ഇസ്ലാം കൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അടുത്ത വർഷം വരെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ മുഹറം 9 നോമ്പനുഷ്ഠിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു യൗമ ആഷുറ വഖാലിഫു ഫീഹി അൽ-യഹൂദ സൂമു ഖബ്ലഹു യൗമൻ ഔ ബഅദഹു യൗമ. നിങ്ങൾ ആഷുറാ ദിനത്തിൽ നോമ്പെടുക്കുക, അതിൽ നിങ്ങൾ ജൂതന്മാരോട് എതിരാവുകയും ചെയ്യുക. അതിനായി ആഷുറായിന് മുമ്പോ അല്ലെങ്കിൽ മുഹറം 9 അല്ലെങ്കിൽ ശേഷം മുഹറം 11 നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. മുസ്നദ് അഹ്മദ് നിവേദനം ചെയ്ത ഹദീസാണത്. ഇമാം നബവി തങ്ങൾ പറയുന്നു, യുസ്തഹബ്ബു സൗമു താസി വൽ ആശിരി ജമീഅ ലഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശിറ വനമാ സിയാമു താസി. 9 10 ഒന്നിച്ച് നോമ്പെടുക്കൽ സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 നോമ്പെടുക്കുകയും 9 നോമ്പെടുക്കാൻ കരുതുകയും ചെയ്തിട്ടുണ്ട്. അൽ മജ്മുഅയിൽ കാണാം. ഇബ്നു ഖയ്യിം ആഷുറാ ദിനത്തിന്റെ നോമ്പിനെ കുറിച്ച് ആ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മറാത്തിബു സിയാമിഹി സലാസാന. ആഷുറാ നോമ്പിന് 3 ഘട്ടങ്ങളുണ്ട്. അതിന്റെ പദവികൾ 3 എണ്ണാണ്. അക്മലുഹ പൂർണ്ണമായ രീതി യുസാമ ഖബ്ലഹു യൗമൻ വബഅദഹു യൗമൻ. ആഷുറാ ദിനത്തിൽ നോമ്പെടുക്കുന്നതോട് കൂടെ അതിന്റെ മുമ്പും ശേഷവും നോമ്പെടുക്കുക. അതായത് മുഹറം 9 10 11 3 ദിവസം ഒന്നിച്ച് നോമ്പെടുക്കലാണ് പൂർണ്ണമായ രീതി. വയലീഹി അതിന് താഴെയുള്ള പദവി യുസാമ താസിഉ വൽ ആശിറു അലൈഹി അക്സറുൽ ഹദീസ്. മുഹറം 9 10 നോമ്പെടുക്കുക, അതിനാണ് അധികരിച്ച ഹദീസുകളുമുള്ളത്. വയലീഹി അതിനും താഴെയുള്ള ഘട്ടം ഇഫ്രാദുൽ ആശിരി വഹദഹു ബിസ്സൗം. മുഹറം 10 മാത്രം നോമ്പെടുക്കലാണ്. ദാദുൽ മഅദിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി
ആശുറാ ദിനത്തിലെ ചില സംഭവങ്ങൾ പറയുന്നതായി കാണാം. ആശുറാ ദിനത്തിൽ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും മഹത്തായ കാര്യങ്ങളെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടവ ആദം നബി അലൈഹിസ്സലാം പക്ഷാതാപം സ്വീകരിച്ചതും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടത്, ബനൂ ഇസ്രായേലുകൾക്ക് വേണ്ടി അള്ളാഹു കടൽ പിളർത്തു കൊടുത്ത മൂസാ നബിയുടെ വിജയം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത്, യൂനുസ് നബി അലൈഹിസ്സലാം ജനതയുടെ പക്ഷാതാപം സ്വീകരിച്ചു, ഇബ്രാഹിം നബിയുടെ ജനിച്ചതും നമ്രൂദിന്റെ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ഈ പരിശുദ്ധമായ മുഹറം 10-നാണ്. റുവിയ അന്ന യൗമ ആശുറ ഫീ താബല്ലാഹു അലാ ആദം അലൈഹിസ്സലാം വഫീ ഇസ്തവദ്ദത് സഫീനത്തു നൂഹിൻ തുടങ്ങിയിട്ട് ആ വിഷയങ്ങൾ മൊത്തം പറയുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് കാഴ്ചശക്തി തിരികെ ലഭിച്ചത്, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കഠിനമായ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തിയത്, وفي غفر الله لداود عليه السلام ذنبه وفي أعطي سليمان عليه السلام الملك وفي غفر الله لمحمد صلى الله عليه وسلم ما تقدم من ذنبه وما تأخر وهو أول يوم خلق الله فيه الدنيا وفيه خلق الله السماء والأرض وفيه خلق الله الجبال وفيه خلق الله النجوم وفيه خلق الله اللوح والقلم وفيه خلق الله جبريل وملائكة عليهم السلام وفيه تقوم الساعة തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സംഭവത്തിലാണ്. ദാവൂദ് നബി അലൈഹി സ്വലാമിന് പാപം പുറത്തു കൊടുത്തത്, സുലൈമാൻ നബി അലൈഹി സ്വലാം വിശാലമായ സാമ്രാജ്യം നൽകിയത്, മുഹമ്മദ് നബി സല്ലല്ലാഹു കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തത്, പാപസുരക്ഷിതത്വം പ്രഖ്യാപിച്ചത്, പ്രപഞ്ച സൃഷ്ടിയുമായി ബന്ധപ്പെട്ടവ, അതായത് അല്ലാഹു ഈ ദുനിയാവിനെ സൃഷ്ടിച്ചു ആദ്യത്തെ ദിവസമാണത്, ആകാശങ്ങൾ ഭൂമിയെ സൃഷ്ടിക്കപ്പെട്ട ദിവസം, പർവ്വതങ്ങളെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു, ലൗഹുൽ മഹ്ഫൂലും കലമും സൃഷ്ടിച്ചു, ജിബ്രീൽ അലൈഹി സ്വലാമിനെയും മറ്റു മലക്കുകളെയും അല്ലാഹു സൃഷ്ടിച്ച ദിവസം, ഭാവിയിൽ നടക്കാനിരിക്കുന്നത് അന്ത്യനാൾ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും ഈ ദിനത്തിലാണ് എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി മുകാശഫത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ നോമ്പനുഷ്ഠിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ ദിവസം നാം വെറുതെ കളയരുത്, കളഞ്ഞു കുടിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹദീസിൽ പറയുന്നത് അഫ്ളലു സിയാം ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ്. രണ്ട് കാര്യങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന്, റമളാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മുഹറമാണ്. രണ്ട്, അള്ളാഹുവിൻ്റെ മാസമാണെന്ന പ്രഖ്യാപനം. ഒരു കാര്യത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് അതിൻ്റെ ബഹുമതിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം, കഅബയെ സംബന്ധിച്ച് ബൈത്തുള്ള എന്ന് പറയുന്നു. അത് പ്രത്യേക ബഹുമാനത്തെ സൂചിപ്പിക്കുന്നു. എത്രത്തോളം എന്നാൽ അള്ളാഹു ബഹുമാനിച്ച കഅബയെ നിന്ദിക്കാൻ ആനപ്പടയുമായി അബ്രഹത്ത് രാജാവ് വന്നു. പക്ഷേ അള്ളാഹു അവനെ നിന്ദ്യമായി നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആനക്കാരെ കൊണ്ട് എന്ത് പ്രവർത്തിച്ചു, എന്ത് ചെയ്തു എന്ന് നബിയെ തങ്ങൾക്കറിയാമോ? അലം യജഅൽ കൈദഹും ഫീ തുല്ലീൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചതിയെ പരാജയപ്പെടുത്തിയത് നിങ്ങൾക്കറിയാമോ എന്ന് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ബിബക്ക, ഏറ്റവും ആദ്യത്തെ ഭവനം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച ഭവനമാണ് പരിശുദ്ധമായിരിക്കുന്ന മക്ക എന്ന് പറയുന്നത്. ആ മക്കയെ എതിർത്തുകൊണ്ട് അതിനെ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും സംഘവും വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എന്തു ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അതായത് അബിഷയിലെ രാജാവാണ് നജാഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച നജാഷിയുടെ പുത്രനാണ് അദ്ദേഹം. യമനിൻ്റെ ഭരണാധികാരിയായി അബ്രഹത്തിനെ അയച്ചു. ജനങ്ങൾ ഹജ്ജിൻ്റെ സമയത്ത് മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നത് കണ്ട് അവൻ അറബികളോട് അസൂയപ്പെട്ടു. എന്നിട്ടോ സുമ്മ ബന കനീസത്ത ബിസ്വൻആഹ ആസിമത്തൽ യമൻ വഖതബ ഇലാ നജാഷി
ഇന്നി ഖദ് ബനൈതു ലക കനീസത്തൻ ലം യുബ്നാ ലിൽ മലിക്കിൻ മിസ്ലഹ വഅസമ അബ്റഹത്തു അലാ അൻ യസ്രിഫ ഹജ്ജൽ അറബി ഇലൈഹ. പിന്നീട് യമന്റെ തലസ്ഥാനമായ സ്വനആയിൽ ഒരു ചർച്ച് പണിയുകയാണ്. എന്നിട്ട് നജാഷി രാജാവിനൊരു കത്തെഴുതി, മുമ്പൊരു രാജാവും നിർമ്മിച്ചിട്ടില്ലാത്ത ഒരു ചർച്ച് ഞാൻ താങ്കൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട്. അറബികളുടെ ഹജ്ജിനെ ഈ ചർച്ചിലേക്ക് തിരിച്ചുവിടാനും തീരുമാനിച്ചു. ഈ വിഷയം മാലിക് ബിൻ കിനാന എന്നവർ കേട്ടു. അദ്ദേഹം ഒരു രാത്രിയിൽ ചർച്ചിൽ മലമൂത്ര വിസർജനം നടത്തി തന്റെ കാഷ്ടം കൊണ്ട് ചർച്ചിന്റെ മുഖഭാവം മെച്ചമാക്കുകയും ചെയ്തു. ഈ വിവരം അബ്രഹത്തിനടുത്തെത്തുകയാണ്. അവർ പറഞ്ഞു, എന്റെ മേൽ ആരാണിത് ധൈര്യം കാണിച്ചത്? അറബികളിൽ നിന്ന് കഅബയുടെ ആളുകളിൽപ്പെട്ട ആൾ തന്നെയാണ് എന്ന് ആരോ പറഞ്ഞു. താങ്കൾ പറഞ്ഞ ആ കാര്യം ഇനി എല്ലാവരും മക്കയിൽ നിന്ന് സ്വനആയിലെ ചർച്ചിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരട്ടെ, കഅബയിലേക്ക് പോവണ്ട എന്ന വർത്തമാനം അദ്ദേഹം കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അവൻ കഅബയിലേക്ക് പോകുമെന്നും കഅബ പൊളിക്കുമെന്നും സത്യം ചെയ്യുകയാണ്. നജാഷിയോട് ഈ വിവരം അറിയിച്ചുകൊണ്ടും അതിഭീമാകാരമായ ആനയെ അയച്ചു തരാനും ആവശ്യപ്പെട്ടു. മഹ്മൂദ് എന്ന് പറയുന്ന പേരിലുള്ള അതുപോലത്തെ ഒന്നിനെ മുമ്പ് കണ്ടിട്ടില്ല. അത്രത്തോളം അത് അത്രയും വലിയ ആനയായിരുന്നെന്ന് സാരം. അങ്ങനെ ആ ആനയെ അബ്രഹത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഫഖറജ അബ്രഹത്തു സായിറൻ ഇലാ മക്ക വമഅഹു സമാനിയത്തു അഫിയാലിൻ വജുന്ദുൻ കസീർ യഹ്ദിമൽ കഅബത ഹജറൻ ഹജറ ഫലമ്മാ ബലഗ ഖുർബ മക്കത അർസല റിജാലൻ ലിന്നഹബി ഫഅഖദുൽ അൻഅമ വൽ അംവാല വഫീഹാ 100 ബഈൻ ലിഅബ്ദുൽ മുത്തലിബ്. അബ്രഹത്ത് 8 ആനകളും ധാരാളം സൈന്യങ്ങളുമായി കഅബ തകർക്കാൻ പുറപ്പെടുകയാണ്. മക്കയുടെ അടുത്തെത്തിയപ്പോൾ കൊള്ളയടിക്കാൻ വേണ്ടി ആളുകളെ അയച്ചു. അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകം ഉൾപ്പെടെ ഒരുപാട് സമ്പത്ത് ഒട്ടകങ്ങളും കൊള്ളയടിച്ചു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനടുത്ത് വന്ന് തന്റെ ഒട്ടകങ്ങളെ തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അബ്രഹത്ത് പറഞ്ഞു, ഞാൻ നിന്റെയും നിന്റെ പിതാക്കന്മാരുടെയും കഅബ പൊളിക്കാൻ വന്നതാണ്. അതിന്റെ വിഷയത്തിൽ ചോദിക്കാൻ നീ എന്താണ് നിന്റെ 200 ഒട്ടകത്തിന്റെ വിഷയം ചോദിക്കുന്നത്? അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അന റബ്ബു ഹാദൽ ഇബിലി വലിഹാദൽ ബൈത്തി റബ്ബുൻ സയംനഉഹു മിൻക ഫഅമറ ബിഇബിലിഹി ഫറുദ്ദത് ഇലൈഹി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ ഈ ഒട്ടകത്തിന്റെ രക്ഷിതാവാണ്. കഅബയ്ക്കൊരു രക്ഷിതാവുണ്ട്, അവൻ നിന്നെ അതിൽ നിന്നും തടഞ്ഞോളും. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അബ്രഹത്ത് കൽപ്പിച്ചു. അബ്ദുൽ മുത്തലിബ് കഅബയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. കഅബയുടെ അടുത്ത് വന്ന് വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. وجعل يدعو ثم التفت فإذا هو بطير من نحو اليمن فقال والله إنها لطير غريبة ما هي بنجدية ولا تهامية. പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ യമനിന്റെ ഭാഗത്തുനിന്ന് ഒരു തരം പക്ഷികൾ പറന്നു വരുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു തന്നെ സത്യം, തീർച്ചയായും ഇതുവരെ വളരെ അപൂർവമായി കാണുന്ന പക്ഷികളാണല്ലോ, ഇതൊരിക്കലും നജ്ദിയോ തിഹാമിയോ അല്ലല്ലോ. وكان مع كل طائر حجر في منقاره وحجران في رجليه أكبر من العدسة وأصغر من الهمسة. ഈ ഓരോ പക്ഷികളുടെ കൊക്കിലും ഓരോ കല്ലും കാലുകളിൽ 2 കല്ലും ഉണ്ടായിരുന്നു എന്നാണ്. ഇത് പയറിനേക്കാൾ വലുതും കടലയേക്കാൾ ചെറുതുമായിരുന്നു. അങ്ങനെ അബ്രഹത്ത് തന്റെ ആനയെ കഅബയുടെ ഭാഗത്തെ തിരിക്കുമ്പോഴെല്ലാം അത് മുട്ടുകുത്തി. യമനിന്റെ ഭാഗത്തെ തിരിയുമ്പോഴെല്ലാം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ സമയം പക്ഷികൾ ഓരോ കല്ലുകളായി സൈന്യത്തിന്റെ തലയിലേക്ക് വർഷിക്കുകയാണ്. അത് അവരുടെ പിൻദ്വാരത്തിൽ കൂടി പുറത്തു വന്നു. അതാണ് ആനയുടെ ചരിത്രം എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കലഹക്കാരെ കൊണ്ട് എങ്ങനെയാണ് അള്ളാഹു താങ്കളുടെ നാഥൻ പ്രവർത്തിച്ചതെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? നിങ്ങൾ കണ്ടില്ലയോ? അലം യജഅൽ കൈദഹും ഫീ തല്ലീൽ. കഅബ പൊളിക്കാനുള്ള അവരുടെ നിഗൂഢമായ തന്ത്രം അവൻ വെറുതെ ആക്കിയത്, വഴികേടിലാക്കിയത് നബിയെ തങ്ങൾ കണ്ടില്ലയോ? വറസല അലൈഹിം തുയറൻ അബാബീൽ. അവരുടെ മേൽ ഒരു തരം പക്ഷികളെ കൂട്ടം കൂട്ടമായി അവൻ അയക്കുകയും ചെയ്തു. തർമീഹിം ബിഹജാറത്തിൻ മിൻ സിജ്ജീൽ. ചുട്ട കളിമണ്ണ് കല്ലുകൊണ്ട് അവരെ അവ എറിയുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ കവറഖി ദറൈൻ അഖലതുഹു ദവാബ് വഅൽഖതുഹു റൗസ സുമ്മ യബിസ വതഫത്തത്. ഐ അഹ്ലകുമുല്ലാഹു തആല കുല്ല വാഹിദിൻ ബിഹജരിഹി മക്തൂബൻ അലൈഹി ഇസ്മുഹു
അങ്ങനെ തിന്നപ്പെട്ട വൈക്കോൽ ചണ്ടി പോലെ മൃഗങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം കാഷ്ടമായി വിസർജിച്ച് ഉണങ്ങി ഛിന്നഭിന്നമായതുപോലെ അവനെ അള്ളാഹു ആക്കി. അള്ളാഹു അവരെ എല്ലാവരെയും നശിപ്പിച്ചു. ആ കല്ലുകളിൽ അവരുടെ ഓരോരുത്തരുടെയും പേരുകളുണ്ടായിരുന്നു. അബ്രഹത്തിന് അള്ളാഹു തആല അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു രോഗത്തിന് നൽകുകയാണ്. അങ്ങനെ അവന്റെ നഖങ്ങളും വിരലുകളും അവയവങ്ങളും ഉയർന്നു വീഴാൻ തുടങ്ങി. അതിൽ നിന്ന് രക്തവും ചലവും ചീഞ്ചലവും ഒലിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ സ്വനായിലേക്ക് പോയി. എന്നിട്ടും മരിച്ചില്ല. അവസാനം ഹൃദയം പൊട്ടി മരിച്ചു. മഹമൂദ് അല്ലാത്ത എല്ലാ ആനകളും നശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ 50 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അവ പറഞ്ഞുകൊണ്ടുവന്നത് അള്ളാഹുവിനെ ചേർത്തുകൊണ്ട് പറയുന്ന സംഭവം. മഹാനായിരിക്കുന്ന യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. ജനങ്ങൾ മോചിതത്തായ ഒരു ഒട്ടകത്തെ ആവശ്യപ്പെട്ടു. യൂനുസ് നബി അല്ല, സ്വാലിഹ് നബി അലൈഹി സ്വലാം. അദ്ദേഹം ഒട്ടകത്തെ നൽകി. ഖുർആൻ അതിനെ നാഖത്തുല്ലാഹ് എന്നാണ് വിളിച്ചത്, അതായത് അള്ളാഹുവിന്റെ ഒട്ടകം. എല്ലാ മൃഗങ്ങളെയും അള്ളാഹു പടച്ചതാണ് എങ്കിലും സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ തകർക്കാൻ ശ്രമിച്ചവരെ അള്ളാഹു തകർത്തെറിഞ്ഞു എന്നാണ്. ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തുല്ലാഹി വസുഖിയാഹ ഫകദ്ദബൂഹു ഫഅഖറൂഹ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. ഒട്ടകത്തിന് ഒന്നും ചെയ്യല്ല എന്നൊന്നും അവരോട് പറഞ്ഞു. പക്ഷെ അവരത് സമ്മതിച്ചില്ല. ഒട്ടകത്തെ അവരെന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ശിക്ഷ ഇറക്കി അവരെ നശിപ്പിച്ചു കളഞ്ഞു. സമൂദുകളെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ചുരുക്കത്തിൽ അല്ലാഹു വലിയ നിലക്ക് ബഹുമാനിച്ച മാസമാണ് മുഹറം. അതിനെ ബഹുമാനത്തോടെ നാം കാണണം. മുഹറം മാസത്തിൽ നിന്ന് അല്ലാഹു തആല ഏറ്റവും അധികം ബഹുമാനിച്ച 2 ദിവസങ്ങളാണ് മുഹറം 9ഉം 10ഉം. നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിന് നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ആ വിഷയത്തിലേക്ക് വീണ്ടും കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് പറയാം. അന്ന അഹ്ലൽ ജാഹിലിയ്യ കാനു യസൂമൂന യൗമ ആശുറ. ഈ ഹദീസിൽ ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ജാഹിലിയ്യ കാലത്ത് ജനങ്ങൾ മുഹറം 10 നോമ്പ് നോറ്റിരുന്നു. 2, മുഹറം 10 അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത അവന്റെ ദിവസമാണ്, അള്ളാഹുവിന്റെ ദിവസം. അയ്യാമുല്ല മിൻ അയ്യാമില്ല എന്നാണ്. ഇന്ന ആശുറ യൗമും മിൻ അയ്യാമില്ല എന്നാണ് ഹദീസ്. അള്ളാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ദിവസമാണ് ആശുറ. അപ്പോൾ അള്ളാഹുവിന്റെ സഹായങ്ങൾ വന്ന പ്രത്യേക ദിവസം എന്നാണിത്. കഴിഞ്ഞ കാലത്തെ അമ്പിയാക്കൾക്കും ഉമ്മത്തിനും അന്ന് വലിയ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ സംഭവം. അതിൽ കൂരനായ ഫറോവ ചക്രവർത്തിയിൽ നിന്ന് സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിനും അനുയായികൾക്കും അള്ളാഹു നൽകിയ ഐതിഹാസികമായ സഹായം. അടിച്ചമർത്തപ്പെട്ട ഇസ്രയേൽ സമൂഹത്തിന്റെ വിമോചനമായിരുന്നു സയ്യിദുന മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രധാന ദൗത്യം. എന്നാൽ അധികാരം കൊണ്ട് ദീനിനെ അടിച്ചമർത്താൻ ശ്രമിച്ച ഫറോവയിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അതിനെതിരെ മൂസാ നബി അലൈഹി സ്വലാമിനും ഉമ്മത്തിനും റബ്ബിന്റെ സഹായം വന്ന മുഹറം 10 സാധാരണ ഒരു സഹായമായിരുന്നില്ല അത്. ഈ വലിയ സഹായത്തിന് നന്ദിയായി മുഹറം 10 എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാം നോമ്പനുഷ്ഠിച്ചു. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ഫീ ബനി ഇസ്രായീൽ മിൻ അദുവ്വിഹിം വസാമഹു മൂസാ അലൈഹി സ്വലാം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന സമയമാണ്. വിമോചനത്തിന്റെ വഴി തുറന്നു തരാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. തീർച്ചയായും അള്ളാഹു ഉമ്മത്തിനെ കൈവിടുകയില്ല. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാൻ. അമേരിക്കയിലെ യുദ്ധവിരാമ കരാർ. സത്യത്തിൽ അമേരിക്കയും ഇസ്രയേലും പരാജയപ്പെട്ടു എന്ന് ലോകം മുഴുവനും പറയുന്നു. വിയറ്റ്നാം തോൽവിക്ക് ശേഷം 2ാം തോൽവി. നാശങ്ങൾ കുറെ ഉണ്ടായെങ്കിലും ജയിച്ചത് ഇറാനാണ്. ഹോർമൂസ് അടച്ചതോടെ ലോകം വിറങ്ങലിച്ചു. വൻ തിരിച്ചടി നേരിട്ടു. ഈ വിജയം റബ്ബിന്റെ സഹായമാണ്. അല്ലാഹു അല്ലെങ്കിൽ ഇറാൻ ഇന്ന് ഭൂപടത്തിലുണ്ടാകുമായിരുന്നില്ല. മുസ്ലിം ലോകത്തിന് ഒട്ടേറെ സഹായ വഴികൾ ഇനിയും തുറക്കേണ്ടതുണ്ട്. അതിന് മുഹറം 9, 10 ദിവസങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം.
പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് ദീൻ. അത് നാം വിട്ടുകളയാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, മുഅ്മിനീങ്ങളെ, ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീന് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ, യൻസുറുക്കും, നിങ്ങൾ അള്ളാഹു സഹായിക്കും, യുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾ അള്ളാഹു പാറ പോലെ ഉറപ്പിച്ചു നിർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമു കലിമാത്ത്, ചില പദങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. മകനെ, യഹ്ഫളില്ലാ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുക, എന്നാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ ദീനിനെ നീ സംരക്ഷിക്കുക. ഖുർആൻ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫളില്ലാ തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സംരക്ഷിക്കുക. തജിദുഹു തുജാഹക്, ഖുർആൻ ദീനും അനുസരിച്ച് നീ അള്ളാഹുവിനെ സംരക്ഷിച്ചാൽ മൂക്കിൻ്റെ മുമ്പിൽ നിനക്ക് സഹായം അള്ളാഹു എത്തിച്ചു.